നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇറാന് പിന്നാലെ ഏറ്റവും കൂടുതൽ കൊറോണ ബാധിതർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുവൈറ്റിലാണ്. കുവൈറ്റിൽ COVID-19 വൈറസ് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി ഇതിനോടകം തന്നെ ആരോഗ്യ മന്ത്രാലയം പബ്ലിക് ഹെൽത്ത് അണ്ടർ സെക്രട്ടറി ബുദൈന അൽ മുദഫ് വ്യക്തമാക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിലത്തെ ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് 45 പേർക്ക് COVID-19 അതായത് കൊറോണ വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചതായും അവർ വ്യക്തമാക്കുകയുണ്ടായി. ഇതുവരെ രോഗബാധ കണ്ടെത്തിയ 45 പേരും ഇറാനിൽ നിന്നെത്തിയവരാണെന്നാണ് പ്രാഥമിക വിവരം. രോഗബാധ കണ്ടെത്തിയ എല്ലാവരെയും പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ചികിത്സിച്ചു വരുന്നത് എന്നും അണ്ടർ സെക്രട്ടറി ബുദൈന അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 22-നാണ് ഇറാനിൽ കുടുങ്ങിയ സ്വദേശികളെ തിരിച്ചെത്തിക്കുന്നതിന് കുവൈറ്റ് എയർവേസിന്റെ 6 വിമാനങ്ങൾ അയക്കുകയും 700ഓളം പേരെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തത്. ഇവരെ കർശന നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വേണ്ടത്ര മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി. എന്നാൽ അവസാന വിമാനത്തിൽ എത്തിയവരാണ് ഇതുവരെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 45 രോഗബാധിതരും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്നും എത്തിയ എല്ലാവരെയും വൈറസ് ബാധ ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് അധികൃതരുടെ തീരുമാനം. ഇവരെ കണ്ടെത്തി കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുവാനും ഈ ദിവസങ്ങളിൽ ഇവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെയും നിരീക്ഷിക്കുന്നതിനാണ് തീരുമാനം. കൂടാതെ വ്യോമഗതാഗതം നിർത്തലാക്കിയതിനെ തുടർന്ന് ഇറ്റലിയിൽ കുടുങ്ങിയ സ്വദേശികളെ രാജ്യത്ത് തിരിച്ചെത്തിക്കുവാൻ കുവൈറ്റ് എയർവേസിന്റെ പ്രത്യേക വിമാനം മിലാനിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഇവരെ സി അബ്ദുള്ള വിമാനത്താവളത്തിൽ വെച്ച് പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കുന്നതായിരിക്കും. കൂടാതെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ കഴിയുന്നത് വിദേശയാത്ര ഒഴിവാക്കുവാനും സ്വദേശികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. രാജ്യത്ത് കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി മറ്റ് രാജ്യങ്ങൾ കുവൈറ്റിലേക്കുള്ള വ്യോമഗതാഗതം നിർത്തലാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള നിർദ്ദേശം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ രോഗം പടരുന്നതിനുള്ള സാധ്യത മുൻനിർത്തി സർക്കാർ സ്ഥാപനങ്ങളിൽ വിരലടയാള ഹാജർ സംവിധാനം താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി. അതേസമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാർച്ച് 14 വരെ അവധി നൽകിയ സാഹചര്യത്തിൽ ഷെഡ്യൂളിൽ മാറ്റം വരുത്തിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ സാദ് അൽ ഹർബി അറിയിച്ചു. റമദാൻ വരെയും റെഗുലർ ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ പെരുന്നാൾ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പരീക്ഷയും നടത്താനാണ് തീരുമാനം. സർക്കാർ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ സഹകരിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.